ഹായ് ഹലോ മക്കളെ. അപ്പോൾ നമ്മുടെ +1 ഫിസിക്സിലെ ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഡെറിവേഷൻ ആണ് നമ്മുടെ വേരിയേഷൻ ഓഫ് ജി വിത്ത് ഡെപ്ത്. നമ്മൾ ഓൾറെഡി ഹൈറ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡെപ്ത് എന്ന് പറയുന്ന ഡെറിവേഷൻ ആണ് നമ്മൾ ഇന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി പോകുന്ന മക്കളെ. അപ്പോൾ ഒന്നുമില്ല, ജി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അവൻ എർത്തിന്റെ സർഫസിൽ ഉണ്ടാകുമ്പോൾ ഇക്വേഷൻ അറിയാം, എർത്തിൽ നിന്ന് h ഹൈറ്റ് മുകളിൽ ഉണ്ടാകുമ്പോൾ ഇക്വേഷൻ നമുക്കറിയാം. ഇനി അവൻ എർത്തിന്റെ ഇടയിലേക്ക് ഒന്ന് കുഞ്ഞു അങ്ങ് പോയാലോ, അപ്പോഴുമുള്ള സാധനം കൂടി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു സാധനം ഇതാ എർത്തിന്റെ സർഫസിൽ ഇവിടെ ഉള്ളപ്പോൾ അവന്റെ ജി എസ് എന്ന് പറയുന്നത് ഇക്വേഷൻ അറിയാലോ, എന്താണ്? വല്യമ്മ ബൈ ആർ സ്ക്വയർ അല്ലേ? വലിയ ജി ഇൻറ്റു വല്യമ്മ ബൈ വലിയ ആർ സ്ക്വയർ. അത് നമുക്ക് അറിയുന്ന സാധനം. ഇനി ഈ എർത്തിന്റെ റേഡിയസ് ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ ആർ എന്നറിയാം. എർത്തിന്റെ മാസിനെ വിളിക്കുന്ന പേരാണ് വല്യമ്മ നമുക്കറിയാം. പക്ഷേ ഇന്ന് ഒബ്ജക്റ്റ് ഉള്ളത് മേലിലല്ല, സർഫസിലല്ല, മറിച്ച് എവിടെയാണ്? ഇതാ ഇവിടെയാണ് ഉള്ളത് നിങ്ങൾ വിചാരിക്കുക കേട്ടോ. അതായത് ഈ ഒരു ഭാഗത്തിന് ഞാൻ ഡി, അതായത് ഭൂമിയുടെ സർഫസിൽ നിന്നും ഡി എന്ന് പറയുന്ന ഒരു ദൂരം താഴേക്ക് കുഴിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ ഇവിടെയുള്ള ജി ഡി കണ്ടുപിടിക്കണം. എന്താ കണ്ടുപിടിക്കേണ്ടത്? ജി ഡി, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഡെപ്ത് ഡി. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഈ ഡി അല്ല അപ്പൊ നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കേണ്ടത്. പിന്നെ എന്താ എടുക്കേണ്ടത്? എർത്തിന്റെ സെന്റർ പോയിന്റിൽ നിന്നും ഇങ്ങോട്ടേക്കുള്ള ഈ ബാക്കി ഡിസ്റ്റൻസിന് നമ്മൾ എന്ത് വിളിക്കും? എന്താ നമ്മൾ വിളിക്കുക? എന്തെങ്കിലുമൊക്കെ പേരിട്ട് വിളിക്കണ്ടില്ലേ? മോശമല്ലേ? നമ്മൾ ഇവനെ വിളിക്കും എന്ത്? ടോട്ടൽ ഡിസ്റ്റൻസ് 6 ആണ്. ഇത്രയുള്ള ഭാഗം ഡി ആണെങ്കിൽ ഈ ബാക്കിയുള്ള ഡിസ്റ്റൻസ് ഇവനെ നമുക്ക് എന്ത് വിളിച്ചു കളയാം? ശരിയായില്ലല്ലോ. ഇവനെ നമുക്ക് എന്ത് വിളിച്ചു കളയാം? ആർ മൈനസ് ഡി എന്ന് വിളിക്കാം. എന്താ വിളിക്കാൻ പറ്റുക? ആർ മൈനസ് ഡി. അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം അറിഞ്ഞു വെക്കുക. ഇത്രയും കാര്യം നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് വെക്കുക, സെറ്റ് ചെയ്ത് വെക്കുക. ഇനി അടുത്ത പരിപാടി ആ സർഫസിലെ ജിയുടെ ഇക്വേഷൻ എഴുതി കൊടുക്കുക. അപ്പൊ സർഫസിലെ ജിയുടെ ഇക്വേഷൻ എന്താ? ജി എസ് ഇസ് ഈക്വൽ ടു വലിയ ജി ഇൻറ്റു വല്യമ്മ ബൈ വലിയ ആർ സ്ക്വയർ. ഇത് അറിയുന്ന കാര്യം. പക്ഷേ ഈ ഒരു ഡെപ്തിന്റെ ഡെറിവേഷൻ എഴുതണമെങ്കിൽ ഈ ഇക്വേഷനിലുള്ള ഈ ക്യാപിറ്റൽ എം ഉണ്ടല്ലോ, നമ്മുടെ വല്യമ്മ, ആ വല്യമ്മനെ നമ്മൾ നൈസ് ആയിട്ടൊന്ന് മാറ്റണം. എന്താ ചെയ്യേണ്ടത്? മാസിനെ നമ്മൾ മാറ്റി ഡെൻസിറ്റിയുടെ ടേംസിലേക്ക് എഴുതണം. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ റോ ആണല്ലോ. അപ്പൊ റോ ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിലെ മാസിനെ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ മാസിന് ഒരു ഇക്വേഷൻ പറഞ്ഞ മക്കളെ, എം ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു വി എന്ന് എഴുതിക്കൂടെ? അപ്പൊ ഞാൻ ഈ എം മാറ്റി റോ വി കൊടുക്കാൻ പോവാണ്. അപ്പൊ എന്താ വരിക? ജി ഇൻറ്റു റോ ഇൻറ്റു വി ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ എന്ന് വന്നു. പക്ഷേ ഈ വീനെയും കൂടി നമുക്ക് മാറ്റണം. എമ്മിനെ ആദ്യം മാറ്റി, ഇനിയിപ്പോ ഇപ്പൊ കിട്ടിയ റോബിക്കകത്ത് ഈ വീനെയും കൂടെ നമ്മൾ എടുത്ത് മാറ്റാൻ പോവാണ്. അപ്പൊ വി എന്ന് പറഞ്ഞാൽ എർത്തിനെ നമ്മളിപ്പോ ഒരു സ്ഫെറിക്കൽ ഷേപ്പിലല്ലേ അസ്യൂം ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞ ഒരു ജിയോയുടെ ഷേപ്പാണ്. പക്ഷെ ഈ ഡെറിവേഷൻ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു സ്ഫിയർ എന്ന രൂപേണയാണ്. അപ്പൊ ഈ സ്ഫിയറിന്റെ വോളിയം എന്താണ് അറിഞ്ഞിരിക്കുക? വി ഈസ് ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബ്. എന്താ വരിക? 4/3 പൈ ആർ ക്യൂബ്. അപ്പൊ ഈ വാല്യൂ എടുത്ത് ഞാൻ ഈ വിക്ക് പകരം കൊടുക്കുകയാണ്. അപ്പൊ എന്താ വരിക എന്ന് പറഞ്ഞ മക്കളെ? ജി എസ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു റോ ഇൻറ്റു വോളിയത്തിന് പകരം ഞാൻ എന്ത് കൊടുത്തു? 4/3 പൈ ആർ ക്യൂബ് എന്ന് കൊടുത്തു, ഹോൾ ഡിവൈഡഡ് ബൈ ഈ ആർ സ്ക്വയർ വരും. എന്താ ഇവിടെ നമുക്ക് വെട്ടിക്കളയാൻ പറ്റുക? ഈ ആർ സ്ക്വയറിനെയും വെട്ടാം, ഈ ക്യൂബിനെയും വെട്ടാം. അപ്പൊ ഇവിടെ എന്താ വരും? ഒരു r⁻1 ഉണ്ടാവും. അപ്പൊ നമുക്ക് ജി എസിന് പുതിയ ഇക്വേഷൻ കിട്ടി. ജി എസ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു റോ ഇൻറ്റു ആ ജി റോ നമുക്കൊരു ഓർഡർ ആക്കാം, ഒരു വൃത്തിയുള്ള ഒരു ഓർഡറിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അപ്പൊ ഞാൻ 4/3 ഫ്രണ്ടിൽ എഴുതി. 4/3 ജി റോ പൈ ആർ എന്ന് കിട്ടി. 4/3 ജി റോ പൈ ആർ എന്നായി. ഓക്കെ. അപ്പൊ ജി എസിൽ നമ്മൾ പുതിയൊരു ഇക്വേഷൻ ഉണ്ടാക്കി. ഈ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് മാസ് ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ ഇക്വേഷൻ എന്ത് ടേമിലാണ്? ഈ ജി എസ് നമ്മൾ ഓർഡിനറി ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് മാസ് ആണ്. എർത്തിന്റെ മാസിന്റെ ടേംസിലാണ് ജി എസ് കണ്ടുപിടിച്ചത്. ഇപ്പൊ കണ്ടുപിടിച്ച ജി എസ് ഒ ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി ആണെന്നുള്ള കാര്യം കൂടി എന്റെ മക്കൾ ഓർത്ത് വെക്കാം. റെഡി? ഇനി നമ്മൾ ജി ഡി കണ്ടുപിടിക്കാൻ പോവാ. ജി ഡി കണ്ടുപിടിച്ചാലോ? പരിപാടി എളുപ്പമാണ് മക്കൾ. ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ജി ഡി എന്ന് പറഞ്ഞാൽ 4/3 തന്നെ, യാതൊരു മാറ്റവും ഇല്ല. ജിയും ജി തന്നെ. ഇവിടെ ഇപ്പോൾ ഇവിടെ വരുന്നതുകൊണ്ട് ഈ 4/3 മാറോ? ഇല്ല. ജി മാറോ? യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ആണ്, അത് മാറാൻ പോകുന്നില്ല. ഇനി എന്താണ്? റോ ഡെൻസിറ്റി. എർത്തിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ എടുത്താലും ഒരു പോയിന്റിൽ എടുത്താലും മൊത്തത്തിൽ എടുത്താലും എന്താണ്? സെയിം ആണ്. അപ്പൊ ഡെൻസിറ്റി മാറില്ല. പൈയുടെ വാല്യൂ എപ്പോഴും 22/7 ആണ്, അല്ലെങ്കിൽ 3.14 ആണ്. അതും മാറാൻ പോകുന്നില്ല. പക്ഷേ ഈ അവസാനത്തെ റേഡിയസ് മാറി. ഡിസ്റ്റൻസ് ഇപ്പൊ ക്യാപിറ്റൽ ആർ അല്ല, മറിച്ച് എത്രയാണ്? ആർ മൈനസ് ഡി ആണ്. അപ്പൊ അത് എടുത്ത് കൊടുക്കാം. അപ്പൊ എന്ത് കിട്ടി? ആർ മൈനസ് ഡി എന്ന് സാധനം കിട്ടി. അപ്പൊ എന്താ കിട്ടിയത്? ജി ഡി ഇസ് ഈക്വൽ ടു 4/3 ജി റോ പൈ ആർ മൈനസ് ഡി എന്നായി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി ഈ ജി ഡി ഡിവൈഡഡ് ബൈ ജി എസ് അങ്ങനെ ചെയ്യും. ഇപ്പൊ ജി ഡി കിട്ടിയില്ലേ? ആ ജി ഡി ഡിവൈഡഡ് ബൈ ജി എസ് നമ്മളത് നൈസായിട്ട് ചെയ്യാൻ പോകണം. അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താ നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ അതിനെ നമുക്കൊരു ഫ്രഷ് പേജിൽ എഴുതാം. അപ്പൊ പറഞ്ഞ് ഇപ്പൊ കിട്ടിയ സാധനം എന്താ? ഞാൻ പറഞ്ഞ പരിപാടി എന്തായിരുന്നു? ജി ഡി ഡിവൈഡഡ് ബൈ ജി എസ് കേട്ടോ. അപ്പൊ ഇതാണ് പരിപാടി. ജി ഡി ഡിവൈഡഡ് ബൈ ജി എസ്. ജി ഡി എന്ന് പറഞ്ഞാൽ എന്താ? 4/3 ഉണ്ടായിരുന്നു, ജി ഉണ്ടായിരുന്നു, റോ ഉണ്ടായിരുന്നു, പൈ ഉണ്ടായിരുന്നു, ആർ മൈനസ് ഡി ഉണ്ടായിരുന്നു. അവൻ പെട്ടിക്കുള്ളിലാണ്. ഡിവൈഡഡ് ബൈ ജി എസ് എന്ന് പറഞ്ഞാലോ 4/3 ജി റോ പൈ ആർ. ഇവിടെ എന്തിനൊക്കെ നമുക്ക് വെട്ടിക്കളയാം? ഒന്ന് ആലോചിച്ച് നോക്കിയ മക്കളെ.
4/3 വെട്ടി 4/3 വെട്ടി, ജി വെട്ടി ജി വെട്ടി, ഇനിയോ റോയിനെയും വെട്ടി പൈനെയും വെട്ടി. ലാസ്റ്റ് എന്താ കിട്ടുക? യെസ്, ലാസ്റ്റ് കിട്ടും നമുക്ക് മുകളിൽ ഒരു R-D ഉണ്ടാവും, താഴെ ഒരു R ഉണ്ടാവും. ഇവിടെ R/R എന്ന് പറഞ്ഞാൽ 1 അല്ലേ? അപ്പൊ ഇതിനെ എങ്ങനെയും എനിക്ക് മാറ്റി എഴുതാം. യെസ്, R/R-നെ 1 എന്ന് എഴുതി, ബാക്കി എന്താ ഒരു -D/R കൂടി ഉണ്ട്. അപ്പൊ 1 - D/R എന്ന് കിട്ടി. ഓക്കെ, ഇനി ഫൈനലി എന്താ ബാക്കി? എന്താ നമ്മളിപ്പോ ചെയ്തത് GD/GS ആണ്. അപ്പൊ GD/GS എന്ന് പറഞ്ഞാൽ ഇപ്പൊ കിട്ടിയത് എന്താണ്? 1 - D/R ആണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ GD അല്ലേ? ഈ GS-നെ നൈസായിട്ടൊന്ന് എന്ത് ചെയ്യുക, അപ്പുറത്തേക്ക് പറഞ്ഞു വിടാം. അപ്പൊ എന്താ കിട്ടുക? സാധനം സോ സിമ്പിൾ. നമുക്ക് ഫൈനലി കിട്ടാൻ പോണ സാധനം യെസ് നമുക്ക് കിട്ടും. എന്ത് കളർ മാറ്റി പിടിക്കാം. ഫൈനൽ ഇക്വേഷൻ ഒരു ഭംഗിയൊക്കെ വേണ്ടേ സാർ? വേണം. അപ്പൊ എന്ത് കിട്ടും? ഇങ്ങനെ GD is equal to GS അങ്ങോട്ടേക്കല്ലേ പോണേ. അപ്പൊ എന്ത് വരും? GS × 1 - D/R എന്ന് വരും. കഴിഞ്ഞു ഹത്തം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇക്വേഷൻ. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മൾ ചെയ്യേണ്ട ഡെറിവേഷൻ. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്ത എന്താണ്? എർത്തിന്റെ സർഫസിലെ മാസിന്റെ ടേംസിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ പിടിച്ച് ഡെൻസിറ്റിയുടെ ടേംസിലേക്ക് മാറ്റുന്നു. GS എഴുതി, ശേഷം GD എഴുതി. നമ്മൾ എന്ത് ചെയ്തു? പിന്നെ GD/GS ചെയ്യുന്നു. വേണ്ട സാധനങ്ങളൊക്കെ വെട്ടിക്കളയുന്നു. അവസാനം ഇങ്ങനെയൊക്കെ ചെയ്ത് ഈ GS-നെ അങ്ങോട്ട് കൊണ്ടുപോയി GD = GS × 1 - D/R എന്ന് എഴുതി സ്റ്റെപ്പ് ഹത്ത. അപ്പൊ ഇത്രയും എഴുതി വെക്കുന്നതിന് നിങ്ങൾക്ക് കിട്ടും 3 മാർക്ക്. അപ്പൊ ഇത് സെറ്റ് ആണെങ്കിൽ മക്കളെ, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ മക്കളെ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകൾക്കായിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യാത്തവരുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിലേക്ക് ഞാൻ വരുന്നവരേക്കും ടാറ്റ ബൈ.